അവരതിന്റെ പ്രചാരകരായി മാറിയ സിഹറുണ്ടായിരുന്നു സുലൈമാൻ കാറ്റിൽ പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞു വരത്തി. മാത്രമല്ല ഒരുപാട് സിഹറിന്റെ കാര്യങ്ങൾ ശൈത്താന്മാർ ജനങ്ങൾക്ക് എഴുതി കൊടുക്കുകയും ബഹുമാനപ്പെട്ട ഖുർആനിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എഴുതിയ ഒരു വ്യാഖ്യാനം ഞാൻ പറയാം. ഇവിടെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അസാന്നിധ്യത്തിൽ സിഹർ എഴുതി വെക്കുക എന്ന പരിപാടി ശൈത്താന്മാർക്കുണ്ടായി. അങ്ങനെ പലതും എഴുതി കൂട്ടി. എഴുതി വെച്ചു. ഇന്നാലിന്ന കാര്യങ്ങളെ ഉദ്ദേശിക്കുന്ന ആളുകൾ സൂര്യനെ മുന്നിട്ട് ഇന്നാലിന്ന വാക്ക് പറഞ്ഞാൽ ആ കാര്യം നടന്നു പോകും എന്ന് പറഞ്ഞു. ഒരു ഉദാഹരണമാണ് ആരെങ്കിലും ഇന്നാലിന കാര്യം ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവര് സൂര്യന് നേരെ മുന്നിട്ട് ഇന്നാലിന കാര്യങ്ങൾ ചെയ്താൽ മതി, എന്നാൽ പറഞ്ഞാൽ മതി, അത് നേടിയെടുക്കാൻ കഴിയുന്നൊക്കെ ശൈത്താന്മാർ എഴുതി കൂട്ടി. അങ്ങനെ ഇതൊക്കെ എഴുതി കൂട്ടിയിട്ട് എന്നിട്ട് അതവർ കുഴിച്ചിട്ടു. അതിന്റെ മേലെ അവർ എഴുതി വെക്കുകയും ചെയ്തു, ഇത് ആസഫിന് ബർഖിയ എന്ന ആള് സുലൈമാൻ എഴുതി കൊടുത്ത രേഖകളാണ് എന്ന് പറഞ്ഞ് അവര് അത് സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിൽ കുഴിച്ചിട്ടിരുന്നു. അങ്ങനെയായിരുന്നു. സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിൽ ഇതൊക്കെ എഴുതി കൂട്ടി. എന്നിട്ട് ഈ രേഖകളെ ചേർത്ത് വെച്ചു. ആരുടെ മേൽ? ആസഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹുവിന്റെ മേൽ. നിങ്ങളോട് ഇന്നലെ ഞാൻ പറഞ്ഞു, ഖലല്ലദി ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ് അനാതീക ബിഹി ഖബ്ല യർതദ ഇലൈക തർഫുക. കണ്ണ് ചെമ്മി തുറക്കുന്നതിന് മുമ്പ് സിംഹാസനം ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ ആളാണ് ബഹുമാനപ്പെട്ട ആസഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പേരിലേക്ക് ഇതെല്ലാം ചേർത്തു എഴുതി. എന്നിട്ട് ആ രേഖകൾക്ക് ഒരു അഡ്രസ് വെച്ചു. ഇതൊക്കെ ആസഫ് ബിൻ ബർഖിയ കുത്തിബത്ത് വജുഇലത്ത് ഉൻവാനുഹു ഹാദാ മാ കതബ ആസഫ് ബിൻ ബർഖിയ ലി മലിക് സുലൈമാൻ ബിൻ ദാവൂദ് മിൻ ദഖായിരി കുനൂസിൽ ഇൽമി. വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ നിധി നിക്ഷേപമാണ് ഇത്, ആസഫ് എഴുതിയതാണെന്ന് പറഞ്ഞ ഫതുമദഫനത്തു ആ കിതാബിനെ അവർ കുഴിച്ചിട്ടു. ഇസ്രായേലികളിൽ മരണം വ്യാപിക്കാനുള്ള അടിസ്ഥാന കാരണമാണ് ഈ പറയുന്നത്. മരണം മുമ്പേ ഉണ്ട്, പക്ഷേ ഇസ്രായേലികളിൽ അത് വളരെ വ്യാപകമായി. പിന്നെ ഇസ്രായേലികൾ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും വന്നു. അടിസ്ഥാനപരമായി അതാണല്ലോ സത്യം. അറബ് സമൂഹവും ഇസ്രായേലി സമൂഹവും, ആ രണ്ട് സമൂഹമാണ് ലോകത്ത് ഈ ജനതകളുടെ ഈ കാണുന്ന ആഫ്രിക്കയിലും ഏഷ്യയിലും പരന്നു കിടക്കുന്നത് മുഴുവനും അറബ് ഇസ്രായേലി സമൂഹത്തിന്റെ വ്യാപനാണ്. ഇസ്രായേലികളിൽ നിന്ന് അറബികൾക്ക് ലഭിച്ചു. ഇസ്രായേലി അറബി സമൂഹം കൊണ്ട് വ്യാപിച്ചപ്പോൾ പലയിടത്തും ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതി കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്നും അതുകൊണ്ട് വേലത്തരങ്ങൾ ചെയ്യാൻ ആ കാലഘട്ടത്തിൽ അവർക്ക് കഴിയുമായിരുന്നില്ല. എന്തുകൊണ്ട്? നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഇത്തരം ക്ഷുദ്ര കർമ്മങ്ങൾക്കെതിരെ ശക്തമായി നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇതെങ്ങനെ ചെയ്യാനുള്ള അടിസ്ഥാന കാരണം എന്തെന്നാൽ നാട്ടിലുള്ള എല്ലാ സിഹറിന്റെ കിതാബുകളും ചുട്ടുകരിച്ച് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ കൽപ്പന കൊടുത്തു അലൈഹിസ്സലാം. അങ്ങനെ സുലൈമാൻ നബിയുടെ കാലഘട്ടത്തിൽ ഇസ്രായേലി സമൂഹത്തിലുള്ള എല്ലാ സാഹിറന്മാരെയും പിടിച്ചു കൊലപ്പെടുത്തുകയും അവരെ ഗ്രന്ഥങ്ങളെ ചുട്ടുകരിച്ച് കളയുകയും ചെയ്തു. എന്നാൽ ശൈത്താന്മാർ ഇതിനിടയിൽ ചില വേല ഒപ്പിച്ചു എന്നാണ് നബി പറഞ്ഞത്. ബനു ഇസ്രായേലിലേക്ക് ഇബ്ലീസ് വന്നു. സുലൈമാൻ വഫാത്തായപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന സുലൈമാൻ ലം യകുൻ നബിയൻ, സുലൈമാൻ നബിയായിരുന്നില്ല. ഇല്ല ഇന്നമാ കാന സാഹിറ, സുലൈമാൻ ഒരു സാഹിറായിരുന്നു, ഒരു മാരണക്കാരനായിരുന്നു. അതുകൊണ്ട് ഫൽതമസു സിഹ്റഹു, നിങ്ങൾ സുലൈമാന്റെ സിഹർ ചെയ്ത സാധനങ്ങളെ നിങ്ങൾ തേടിയെടുത്തോളൂ, എന്നാൽ നിങ്ങൾക്കും സുലൈമാനെ പോലെയുള്ള നേട്ടങ്ങൾ നേടാൻ കഴിയുമെന്ന് അവർ പറഞ്ഞു. ആ കിതാബ് കുഴിച്ചിട്ട ഭാഗം ശൈത്താന്മാർ കാണിച്ചു കൊടുത്തു. ഫഖാലു വല്ലാഹി കാന സുലൈമാനു സാഹിറൻ ഹാദാ സിഹ്റുഹു,
പിശാചുക്കൾ അത് പുറത്തെടുത്തു കൊടുത്തു മനുഷ്യർക്ക്. ഫലമ്മ അങ്ങനെ ഇസ്രായേലികളിൽ സിഹർ വ്യാപകമായി. അത് കാരണം അറബികളിലും വന്നു. യഹൂദികൾ സിഹറിന്റെ പ്രചാരകരായിരുന്നു. ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ സിഹറിന്റെ പ്രചാരകരാണ് യഹൂദികൾ അടക്കമുള്ള ചില ആളുകൾ. മുഴുവനും കൂടി ഞാൻ പറയുന്നില്ല. യഹൂദികൾ അടക്കമുള്ള ചില ആളുകൾ ഇന്നതിന്റെ ശക്തമായ പ്രചാരകരാണ്. ഇവിടെ വലിയ കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അമ്പിയാക്കന്മാരെ പേരെണ്ണിയപ്പോൾ ആ കൂട്ടത്തിൽ സുലൈമാൻ നബിയുടെ പേരുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ മദീനയിലെ ജൂതന്മാർ തുള്ളിച്ചാടി. മുഹമ്മദിന് പ്രവാചകന്മാരെ മുഴുവനും അറിയില്ല, മുഹമ്മദ് പ്രവാചകന്മാരല്ലാത്തവരെ പ്രവാചകന്മാരിലേക്ക് കൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അദ്ദ മുഹമ്മദ് സുലൈമാന നബിയ, മുഹമ്മദ് സുലൈമാനെ നബിയായിട്ടാണല്ലോ എണ്ണിയത്. ഫകാന ഹുവ സാഹിറ, അത് സാഹിറായിരുന്നില്ല എന്ന് മദീനയിലെ ജൂതന്മാർ പുണ്യ നബിയോട് പറഞ്ഞു. ശ്രദ്ധിക്കണേ. അപ്പോഴാണ് അൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. അവിടെയാണ് വിഷയം. അതായത് ഇസ്രായേലി സമൂഹത്തിൽ ഇങ്ങനെയുള്ള താല്പര്യങ്ങൾ വളർന്നിരുന്നു. ബഹുമാനപ്പെട്ട നബിയുള്ളാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം സാഹിറാണെന്ന് അവർ പറഞ്ഞു പരത്തിയിരുന്നു. സുലൈമാൻ നബിക്ക് ഈ കഴിവൊക്കെ ഉണ്ടായത് സിഹർ കൊണ്ടാണെന്ന് അവർ ലോകത്താകെ വ്യാപിപ്പിച്ചിരുന്നു. അങ്ങനെ പിന്നീടുള്ള ജനത സുലൈമാൻ നബിയെ സാഹിറായിട്ടായിരുന്നു പരിഗണിച്ചിരുന്നത്. ജൂതന്മാരാണല്ലോ അക്കാലത്തെ ലോകത്തുണ്ടായിരുന്ന കിതാബിന്റെ ജനത. അവർ വിശേഷിച്ചും അവരായിരുന്നു ചെയ്തിരുന്നത്. പുണ്യനബിയെ അല്ലാഹു തആല അയച്ചപ്പോൾ നബിമാരുടെ പേരെണ്ണി ഹബീബായ മുഹമ്മദ് മുസ്തഫ സുലൈമാൻ നബിയുടെ പേരും ദാവൂദ് നബിയുടെ പേരും ഒക്കെ ആ കൂട്ടത്തിൽ ഹബീബായ നബി എണ്ണി. ഇത് കണ്ടപ്പോൾ യഹൂദികൾ പറഞ്ഞു, മുഹമ്മദിൻ, മുഹമ്മദിനെ നോക്കുന്നില്ലേ നിങ്ങൾ? മുഹമ്മദ് സത്യം അസത്യം കൂടി കൂട്ടിക്കുഴച്ചാ പറയുന്നത്. നബിമാരെ കൂട്ടത്തിലാണ് സുലൈമാനെ എണ്ണുന്നത്. കാറ്റിന്റെ പുറത്ത് കയറി നടന്നിരുന്ന ഒരു സാഹിറായിരുന്നില്ലേ സുലൈമാൻ എന്നവർ പറഞ്ഞു. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അതുകൊണ്ടാണ് സുലൈമാൻ നബി കുഫർ ചെയ്തിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ. സുലൈമാൻ നബി കുഫർ ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള കാരണം സിഹറിന്റെ അടിസ്ഥാന പ്രചാരണകരായിട്ട് ഇസ്രായേലികൾ എണ്ണിയിരുന്നത് മഹാനായ സയ്യിദ്നാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. ഇപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. റസൂലുള്ളാഹിനെ വരെ പിൽക്കാലത്തെ ജൂതന്മാർ കളിയാക്കി. പിന്നെയോ ജനങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചതാരാ? ജനങ്ങൾക്ക് കുഫർ പഠിപ്പിക്കുകയും ജനങ്ങളെ കാഫിറാക്കുകയും ചെയ്തത് ശൈത്താന്മാരാണ്. അവർക്ക് സിഹർ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ബാബിലോണിയയിലേക്ക് അള്ളാഹു അയച്ചിട്ടുള്ള 2 മലക്കുകളുടെയും ആ മലക്കുകൾ പഠിപ്പിച്ച കാര്യത്തെയും അവർ പിൻപറ്റിക്കൊണ്ടേയിരുന്നു. ഞാൻ സാന്ദർഭികമായി ഇതേക്കുറിച്ച് ലേശം ഒന്ന് നിങ്ങളോട് പറയാം. എല്ലാവർക്കും വളരെ പ്രശ്നം ഉണ്ടാവുന്ന ഒരു ഭാഗമാണിത്. ബാബിലോണിയയിലേക്ക് നല്ല ശ്രദ്ധിക്കണേ, കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് ഈ സിഹർ എന്ന് പറഞ്ഞാൽ. അത് നമ്മളെ പറഞ്ഞ വിഷയത്തിലേക്ക് അങ്ങോട്ട് അതിന്റെ അടിസ്ഥാനം പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ക്ഷമിക്കണം. മഹാനായ നബിയുള്ളാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം സാഹിറായിരുന്നു എന്ന് പറഞ്ഞപ്പോ അല്ല, സിഹർ പഠിപ്പിച്ചത് അവരൊന്നുമല്ല. സിഹർ പഠിപ്പിച്ച ശൈത്താന്മാർ. അത് നൂഹ് നബിയുടെ കാലം മുതലേ പഠിപ്പിച്ചു വന്നു. പിന്നെയോ സുലൈമാൻ നബിയുടെ പേരിൽ അവർ ചാർത്തി പറഞ്ഞു. സുലൈമാൻ നബിക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അത് ഉണ്ടായിട്ടില്ല. സിഹറിന്റെ ഏറ്റവും വലിയ അന്തകനായിരുന്നു നബിയുള്ളാഹി സുലൈമാൻ. ആ ശൈത്താന്മാർ വലിയ കളി കളിച്ചതാ. എന്താ കളിച്ചത്? ശൈത്താന്മാരുടെ സാഹിര്യങ്ങളെ മുഴുവനും മഹാനായ നബിയുള്ളാഹി സുലൈമാൻ കൊലപ്പെടുത്തിയപ്പോൾ പിൽക്കാലഘട്ടത്തിലെ ശൈത്താന്മാർ എന്ത് ചെയ്തു? രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്തു? പിന്നീടുള്ള സിഹറിനെ മുഴുവൻ ശൈത്താന്മാരിലേക്കാണ് നബിയുള്ളാഹി സുലൈമാൻ നബിയിലേക്ക് ചേർത്ത് വെച്ചു. 2 നേട്ടമുണ്ട്. ഒന്ന്, ഇസ്രായേലികളിൽ അദ്ദേഹം ഒരു കാര്യപ്പെട്ട ആളാണെന്നൊരു ബോധം ഉണ്ടായിരുന്നു. കാറ്റിൽ പറന്ന ആളാണ്. അപ്പൊ ഈ കഴിവ് സ്വന്തമാക്കാൻ പലർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ശൈത്താന്മാര് അവരുടെ കയ്യിലുള്ള സിഹറിന്റെ രേഖകളൊക്കെ ജനങ്ങളെ മുന്നിൽ സമർപ്പിച്ചു. ഈ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ടായിരുന്നു സുലൈമാൻ ഈ കഴിവൊക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞു പരത്തിയപ്പോൾ ഇസ്രായേലികളിൽ സിഹർ ഒരു കുടിൽ വ്യവസായമായി മാറി. ഇതാണ് അടിസ്ഥാന കാരണം.
ഇവിടെ വളരെ ഗൗരവമായി നമ്മൾ പഠിക്കേണ്ട ഒരു അങ്ങനെ മുഅ്ജിസത്തും സിഹറും തമ്മിൽ തിരിച്ചറിയാത്തൊരു സാഹചര്യം ലോകത്ത് വന്നു. ഓരോരുത്തരും കഴിവുകൾ പ്രകടിപ്പിക്കും. ആ കഴിവുകൾ പ്രകടിപ്പിക്കുന്നവരുടെ മുഴുവനും ജനങ്ങൾ സുജൂദ് ചെയ്യും. ഇത് നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതലേ നടന്നിരുന്നു. കഴിവുകൾ പ്രകടിപ്പിക്കും സിഹറുണ്ട്. ആ സിഹറിന്റെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നവരുടെ മുഴുവനും മുന്നിൽ ജനങ്ങൾ സുജൂദ് ചെയ്യും. അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യം വളരെ വ്യക്തമാണ്. ഇന്നും ജനങ്ങൾക്ക് വളരെ ശ്രദ്ധിക്കണം, വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. കറാമത്തിനെയും സിഹറിനെയും ഇന്നത്തെ ജനങ്ങൾക്ക് തിരിച്ചറിയില്ല. വിവരമുള്ളവർക്ക് പോലും തിരിച്ചറിയില്ല. കറാമത്തിനെയും സിഹറിനെയും തിരിച്ചറിയില്ല.